ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പുതിയൊരു SCERT ചാപ്റ്റർ ആണ്. ഏതിലെയാണ്? 9th സ്റ്റാൻഡേർഡിലെ തന്നെ ഉത്തരപർവ്വത മേഖല നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിശാല സമതല ഭൂവിൽ എന്നുള്ളത്. അപ്പോൾ വിശാല സമതല ഭൂവിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സമതലത്തെ പറ്റിയിട്ടാണ്. 5 ടൈപ്പ് ഭൂപ്രകൃതി നമ്മൾ പഠിക്കുന്നുണ്ട് SCERT പ്രകാരം. ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മൾ പർവ്വത മേഖല അഥവാ ഉത്തരേന്ത്യൻ പർവ്വതങ്ങൾ പഠിച്ചു, ഉത്തരപർവ്വത മേഖല പഠിച്ചു. രണ്ടാമത് സമതലാണ്, ഉത്തരേന്ത്യൻ സമതലങ്ങളെ പറ്റി പഠിക്കുക. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആരെ കാണാൻ പറ്റും? പീഠഭൂമി കാണാൻ പറ്റും. പിന്നെ നാലാമത്തെ ആണ് ആര്? തീരസമുദ്രങ്ങളും ദ്വീപുകളും. പിന്നെ മണൽ അരണ്യം, മണൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മരുഭൂമി മേഖല. അപ്പോൾ മണലാരണ്യം എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇത്രയും നമുക്ക് 5 ഭൂപ്രകൃതി നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് കയറാനായിട്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഏതാണ്? സമതലത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ സമതലം എന്ന് പറയുന്നത് നമുക്കറിയാം. നോക്കിയേ, ഇവിടെ ആരാ ഉള്ളത്? ഉത്തരപർവ്വത മേഖലയാണ്. അപ്പൊ നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് എവിടെയായിട്ട് വരും? തെക്ക് ഭാഗത്തായിട്ട് വരും അല്ലെ. അപ്പൊ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടും അതുപോലെ ഇവിടെ ആരുണ്ട്? നമ്മുടെ പീഠഭൂമി ഉണ്ട്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയുമായിട്ട് നിലകൊള്ളുന്നതാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. ഈ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്തിന്റെ നിക്ഷേപ ഫലമായിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത്? എക്കൽ നിക്ഷേപമാണ് അല്ലെ. അപ്പൊ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദിയുടെ എക്കൽ നിക്ഷേപങ്ങൾ വന്നിട്ട് രൂപം കൊണ്ടതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വിശാല സമതല ഭൂവിൽ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ 5 ടൈപ്പ് ഭൂപ്രകൃതിയെ പറ്റി പറഞ്ഞു. അത് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലങ്ങൾ, പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും, അതുപോലെ മരുഭൂമി മേഖല. ഇതിൽ നമ്മൾ ഉത്തരേന്ത്യൻ സമതലമാണ് ഇപ്പൊ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ തെക്കായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടും നിലകൊള്ളുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സമതലം എന്ന് പറയുന്നത്. പ്രധാനമായും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപങ്ങളിൽ നിന്നും രൂപം കൊണ്ടതാണ് ഈ സമതല ഭാഗം എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയുമാണ് ഒരു ബേസ്, നമ്മുടെ ഒരു ഏറ്റവും ചെറിയൊരു ബേസ് എന്ന് പറയുന്നത്. നമുക്കിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെങ്ങനെ ഫോം ചെയ്തു എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട് പേജിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല, ഇത്രയും തന്നെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഭൂരൂപീകരണ സഹായികളെ പറ്റിയിട്ടും ഭൂരൂപീകരണ പ്രക്രിയ അതിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. ഏതൊരു ഭൂപ്രകൃതി ആണെങ്കിലും അത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹായികളുണ്ട് അല്ലെ. ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയും. അതാരൊക്കെയാവാം? കാറ്റാവാം, ഹിമാനി ആകാം, ഒഴുകുന്ന ജലമാകാം, തിരമാലയാകാം. അപ്പോൾ അങ്ങനെ ഓരോരോ നമ്മളിപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഓരോ ഭൂരൂപങ്ങളും ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നത്. ഇവര് മൂലം ഉണ്ടാകുന്ന ആ ഭൂരൂപങ്ങളെ, അത് നിക്ഷേപണ കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഇറോഷൻ കൊണ്ടാവാം, ഏതുമായിക്കോട്ടെ, അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പ്രക്രിയനെ നമ്മൾ ഭൂരൂപീകരണ പ്രക്രിയ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഭൂരൂപീകരണ സഹായികൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാറ്റാവാം, ഹിമാനിയാകാം, ഒഴുകുന്ന ജലമാകാം, തിരമാലയാകാം, ആരുമാകാം. അപ്പോൾ നമുക്ക് അതിന് അവര് ആ ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഭൂരൂപീകരണം, ആ ഒരു പുതിയൊരു ഭൂപ്രകൃതി ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഭൂരൂപീകരണ പ്രക്രിയ എന്നും വിളിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വെതറിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, അതായത് അപക്ഷയം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? അത് ബയോളജിക്കലായിട്ട്, ജൈവികമായിട്ടോ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ കെമിക്കലായിട്ടോ ഒക്കെ നമുക്ക് നടക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബയോളജിക്കൽ വെതറിംഗിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെടികളുടെ വേരുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ചെടികളുടെ വേരുകൾ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു ബിൽഡിംഗ് എടുക്കാം. നമ്മൾ പഴയ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കാടൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ആൽമരമൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ആലിൻ്റെ വേരൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ആ ബിൽഡിംഗ് എന്താവും? അത് പതുക്കെ പൊടിയാൻ തുടങ്ങും അല്ലെ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ശിലകൾക്കും ഉണ്ടാവുന്ന ഓരോരോ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അത് ജൈവികമായിട്ടോ രാസപരമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ഈ പറയുന്ന
ഭൂരൂപീകരണം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അപക്ഷയം സംഭവിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രോസസ്സിലൂടെ എന്ത് സംഭവിക്കുകയാണ്, ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭൂരൂപീകരണ സഹായികൾ അവിടെ വന്നിട്ട് അത് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ചിലപ്പോൾ അപരദനം നടക്കാം, അല്ലെങ്കിൽ അപരദനം നടത്തിയിട്ട് അവർ വേറൊരു സ്ഥലത്ത് പോയിട്ട് നിക്ഷേപണവും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതവിടെ നിന്നോട്ടെ, നമുക്കിപ്പോൾ അത്രയും ഡീപ്പായിട്ട് പോകണ്ട. നമ്മുടെ SCERT ചാപ്റ്റർ പ്രകാരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ നമുക്കറിയാം ഇവിടെ എന്താണ്, ഇവിടെ നമുക്കറിയാം ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ട് വരുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന അപക്ഷയം സംഭവിച്ച ശിലകൾ അല്ലെങ്കിൽ പറയുന്ന ഈ നമ്മുടെ എന്തായിക്കോട്ടെ, ആ നദി ഒഴുകുന്ന അവിടെയുള്ള അവസാദങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഇതും അവരെന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഒരു നിക്ഷേപ ഫലമായിട്ടാണ് എന്ത് രൂപം കൊണ്ടിട്ടുള്ളത്, ഇവിടുത്തെ നമ്മുടെ എക്കൽ സമതലങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇവിടെ ചുമ്മാ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കുന്നായിട്ടാണ് മാറേണ്ടിയിരുന്നത് അല്ലേ. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്, അവിടെ സമതലമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമ്മുടെ ഹിമാലയൻ ഫോർമേഷൻ നമ്മൾ എവിടെ പഠിച്ചു, ലോകത്തിന്റെ നെറുകെ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്, നമ്മുടെ തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു മടങ്ങിയാണ് ഹിമാലയൻ രൂപം കൊണ്ടേന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇങ്ങനെ ഉണ്ടായ സമയത്ത്, ഹിമാലയം ഫോം ചെയ്ത സമയത്ത് ഹിമാലയത്തിന്റെ താഴെയായിട്ട് ഒരു 1000-2000 മീറ്റർ ഗർത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഗർത്തത്തിലേക്കാണ് ആര് വന്നടിഞ്ഞിട്ടുള്ളത്, ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വന്ന നദികളുടെ അവസാദങ്ങൾ വന്നഥവാ അവരുടെ ആ നിക്ഷേപണം, അവർ ഒഴുക്കിക്കൊണ്ട് വന്ന അപരദനം നടത്തിക്കൊണ്ട് വന്ന എക്കൽ അല്ലെങ്കിൽ ആ പറയുന്ന മണ്ണ് ചെളി, എക്കൽ എന്ന് പറയുന്നത് എന്താണ്, മണ്ണാകാം ചെളിയാകാം എന്തും ആകാം. അപ്പൊ ആ അവസാദങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ നിക്ഷേപിച്ച് അങ്ങനെ ഒരു 1000-2000 മീറ്റർ കരത്തിലാണ് നമ്മുടെ എക്കൽ സമുദ്രങ്ങൾ ഇവിടെ ഫോം ചെയ്യാൻ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ഒരു തുടക്കത്തിൽ നമ്മൾ ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിശാല സമുദ്ര ഭൂമി എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മുടെ ടോപ്പോഗ്രഫിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. എങ്ങനെയാണ് ഇതിന്റെ ഉത്തരപർവ്വത മേഖലയ്ക്കും ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടും അതുപോലെ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ സമതലം എന്ന് പറഞ്ഞു. സമതലത്തിൽ പ്രത്യേകത എന്താണ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്, എക്കൽ നിക്ഷേപങ്ങളുടെ ഫലമായിട്ട് രൂപം കൊണ്ടതാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമുദ്രം എന്നാണെങ്കിൽ പോലും ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണവും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അത് SCERT പഠിച്ചാൽ മാത്രം നമുക്കത് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, നമ്മൾ ഇങ്ങനെ ഒരു ടൈം വായിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതൊരു നെഗറ്റീവ് ആക്കും. നമ്മൾ ചിന്തിക്കും ഉപദ്വീപീയ നദികൾ അവിടെ വരുന്നില്ല എന്ന് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആരും കൂടെ വരുന്നുണ്ട്, നമ്മുടെ ഉപദ്വീപീയ നദികളും കൂടെ ഇവിടെ വരുന്നുണ്ട്, അവരുടെ നിക്ഷേപവും കൂടെ ഇവിടെ വന്നിട്ടാണ് എക്കൽ സമുദ്രങ്ങൾ. പക്ഷെ പ്രധാനമായിട്ടും ആരാണ് വരുന്നത്, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് വരുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സമുദ്രങ്ങൾ രൂപം കൊണ്ടു. അപ്പൊ അതിൽ ഭൂരൂപീകരണ സഹായികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു, ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാല. അപ്പൊ അവരുടെ നിരന്തരമായ പ്രവർത്തനം കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെയുള്ള ശിലകൾക്ക് എന്ത് ചെയ്യുക, അപക്ഷയം സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു ഇതില് നമ്മൾ ഭൂരൂപീകരണ സഹായികളുടെ അവര് ഉണ്ടാക്കുന്ന പുതിയ ഭൂപ്രകൃതിയെ നമ്മൾ ഭൂരൂപീകരണ പ്രക്രിയ എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും കൂടെ ഉണ്ട്, നമ്മൾ വെതറിംഗ് എന്ന് പറയുന്ന സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ ഉണ്ടാവാം, നമ്മുടെ ഈ ഒരു ശിലകളൊക്കെ പൊടിയണം എന്നുണ്ടെങ്കിൽ അവിടെ രാസപരമായിട്ടോ ജൈവികമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവാം, ഭൗതികമായിട്ടോ അവിടെ ഇതിനെ സഹായിക്കുന്നുണ്ട്. അതും കൂടെ അറിഞ്ഞു വെക്കുക. പിന്നെ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് മഴവെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്നത് പറയുന്നുണ്ട്. എന്താണ് മഴവെള്ളം ഇങ്ങനെ ഒഴുകുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കുകയാണ്, ഇളകിയിട്ടുള്ള മണ്ണും ചെളിയൊക്കെ എന്ത് ചെയ്യാണ്, നീക്കിക്കൊണ്ട് പോയിട്ട് താഴ്ന്ന ഭാഗത്തായിരിക്കും നിക്ഷേപിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഹിമാലയം ഉണ്ടായ സമയത്ത് ഇവിടെ ഒരു ഗർത്തം ഉണ്ടായി, താഴ്ന്ന ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് ഒഴുക്കിക്കൊണ്ട് വന്ന സംഭവം ഇവിടെ കൊണ്ടുവന്ന് താഴ്ന്ന ഭാഗത്ത് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് അത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു നദിയുടെ 3
ഘട്ടമാണ്. ഒരു നദി എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്, 3 ഘട്ടമായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉപരിഘട്ടമുണ്ട്, മധ്യഘട്ടമുണ്ട്, കീഴ്ഘട്ടമുണ്ട്. അപ്പൊ അതില് ഉപരിഘട്ടം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രഭവ സ്ഥാനമാണ്. അത് എവിടെയാണോ ആ നദി ഉത്ഭവിക്കപ്പെടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നദി ഒഴുകുന്ന ആ ഒരു സമുദ്രത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഭാഗമാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം നദി നമ്മുടെ ഓഷനിലേക്ക് വന്ന് ചേരുന്ന അല്ലെങ്കിൽ കടലിലേക്ക് വന്ന് ചേരുന്ന ഭാഗത്തിലേക്ക് നമുക്ക് അതിന്റെ പതന സ്ഥാനം എന്ന് നമുക്ക് പറയാൻ പറ്റും, കീഴ്ഘട്ടം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിൽ നമുക്ക് പോഷക നദികളൊക്കെ കാണാൻ സാധിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ 2 ഘട്ടങ്ങളിലാണ്. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നദികൾ കൈവഴികളായിട്ട് പിരിയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ പറയുന്ന നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവസാദങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് ആരുണ്ടായത്, സമതലങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് സെക്കൻഡ് പേജിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്നത് നമ്മുടെ ഉപദ്വീപീയ നദികളും കൂടെ ഇതിനകത്ത് വരുന്നു. അതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. എന്ത്, നമ്മുടെ ഹിമാലയൻ നദികൾ മാത്രമല്ല, ആരും കൂടെ ഇതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട്, റോൾ ഉണ്ട്. ഉപദ്വീപീയ നദികൾക്കും കൂടെ ഇതിനകത്ത് റോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമുദ്രം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഉപദ്വീപീയ നദികളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നിക്ഷേപണ ഫലത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിക്ഷേപണം നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഹിമാലയൻ രൂപം കൊണ്ട സമയത്ത് ഇവിടെ ഒരു 1000-2000 മീറ്റർ ഗർത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഗർത്തത്തിലാണ് എന്ത് സംഭവിച്ചത്, അവിടെ ഉണ്ടായിരുന്ന നിക്ഷേപണം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എക്കലിന്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗങ്ങൾ ഇവിടെ നമ്മുടെ യമുനയുടെ പോഷക നദികളായിട്ടുള്ള ബത്വ, കെൻ, അതുപോലെ ചമ്പല്, ഈ നദികളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നില്ലേ. അപ്പൊ ആ ഭാഗത്തു നിന്ന് വന്നിട്ട് നിക്ഷേപണം നടത്തുന്ന നദികളായിട്ട് നമ്മൾ പറയുന്നത് അതാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ പിക്ചർ എന്താണ് കാണിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ടിബറ്റൻ പീഠഭൂമി ഉണ്ട്. ആ ടിബറ്റൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ അത് ഒരു, നമുക്ക് പീഠഭൂമി പഠിക്കാം, അതൊരു ടേബിൾ ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് പറയും. ചുറ്റുപാടുകളിൽ നിന്ന് കുറച്ച് ഉയർന്നിട്ട് അങ്ങനെ എന്നാൽ നിരപ്പായതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ ഈ ടിബറ്റൻ പീഠഭൂമി അത് കഴിഞ്ഞ് ഇവിടെ ആരുണ്ട്, ഹിമാലയം ഉണ്ട്. ഹിമാലയത്തിന്റെ ഇവിടെയായിട്ട് ഗർത്തം വന്നു. അപ്പൊ അവിടെ നമ്മുടെ എക്കൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഹിമാലയത്തിൽ തന്നെ നമുക്ക് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എക്കൽ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം, പിന്നീട് ഇങ്ങോട്ട് ആര് വരും, ഉപദ്വീപീയ പീഠഭൂമി വരും. അങ്ങനെ ഇത്രയും ഇതായിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ രണ്ടാമത്തെ പേജിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. ഹൈറ്റ് അല്ല, അതിന്റെ നീളമാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എത്രയാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖലയുടെ നീളം പറഞ്ഞത്, 2400 കിലോമീറ്റർ ആയിരുന്നു അല്ലെ. 2400 കിലോമീറ്റർ നീളവും വീതി എത്രയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 150 മുതൽ 400 കിലോമീറ്റർ ആണ് വീതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്, ഇവിടെ നമ്മൾ 3200 കിലോമീറ്റർ ആണ് പറയുന്നത്. പക്ഷെ അത് എവിടെന്നാ, നമ്മുടെ സിന്ധു നദിയുടെ നദീമുഖം മുതൽ ബ്രഹ്മപുത്ര നദീമുഖം വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 3200 കിലോമീറ്റർ പറയുന്നത്. കാരണം സിന്ധു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാകിസ്ഥാൻ മേഖലയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടല് നമ്മുടെ സമതല പ്രദേശം പറയുമ്പോഴാണ് എന്ത് പറയുന്നത്, 3200. പക്ഷെ അതിൽ ഇന്ത്യയിൽ എത്ര ഭാഗം ഉൾക്കൊള്ളുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ഉത്തരപർവ്വത മേഖല എത്രയാണോ അത്രയും തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എത്രയാണ്, 2400 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ സിന്ധു നദീമുഖം മുതൽ ബ്രഹ്മപുത്ര നദീമുഖം വരെയാണ് നമ്മൾ എത്ര പറയുന്നത്, 3200 കിലോമീറ്റർ പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ 2400 കിലോമീറ്റർ. എക്സാക്ട്ലി എന്തിന്റെ കിലോമീറ്റർ വരും, നമ്മുടെ പർവ്വത മേഖലയുടെ കിലോമീറ്റർ തന്നെ വരും. അപ്പൊ അവിടെ നമ്മൾ 180-400 ആണ് നമ്മുടെ പർവ്വതത്തിന്റെ കിലോമീറ്റർ പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ എത്രയാ പറയണേ, 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 150, 300, 150, 400 പർവ്വത മേഖല ആയിരുന്നെങ്കിൽ
150, 300 നമ്മുടെ സമതലത്തിന്റെ വീതിയായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ 3200 ടോട്ടൽ ലെങ്ത് പറയുന്നു. അതിൽ ഇന്ത്യയിലെ എക്സാക്ട് 2400 ആണ്. അതെന്താണ് ഈ 2400 എന്ന് പറയുന്ന എക്സാക്ട് നമ്മുടെ പർവ്വത മേഖലയുടെ സെയിം. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വീതിയാണ്, അത് 150, 400 ആയിരുന്നു പർവ്വതത്തിലെങ്കിൽ ഇവിടെ 150, 300 ക്ലിയർ ആണോ? പിന്നെ നമുക്ക് ഈ ഇതിന്റെ അതിരാണ് പറയുന്നത്. നമ്മൾ ഉത്തരപർവ്വത മേഖലയുടെ അതിരായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത്? തെക്കൻ അതിര്. അപ്പൊ ഇതിന്റെ നമ്മൾ ഉത്തരപർവ്വത മേഖലയിൽ ആര് വരും? ശിവാലിക് വരും അല്ലെ? ശിവാലിക്കാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ വടക്കെന്ന് പറയുന്നത് ശിവാലിക്കും, തെക്ക് ഭാഗത്തായിട്ട് തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ അതിരുകൾ എന്ന് പറയുന്നത്. അത് പീഠഭൂമി എങ്ങനെയാണ് നമുക്കൊരു കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പീഠഭൂമിയുടെ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ക്രമരഹിതമായിട്ടുള്ള ഒരു അതിരാണ് തെക്ക് ഭാഗത്തായിട്ട് വരുന്നതെങ്കിൽ വടക്ക് ശിവാലിക് മലനിരകളാണ് അതിർത്തിയായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇതിന്റെ വിസ്തൃതി എത്രയാണ്? 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3200 2400 എന്നുള്ളത് എടുത്തു പറയാം. പിന്നെ 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്, സമതലത്തിന്റെ വിസ്തൃതി. അപ്പോ അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അല്ലെ, അതുപോലെ കൃഷിയോഗ്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ധാന്യ പുര എന്നാണ് നമ്മൾ ആരെ പറയണേ? സമതലത്തിനെ പറ്റിയാണ് പറയണത്. അപ്പൊ അവിടുത്തെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്, അവിടുത്തെ ആ ലാൻഡ് എന്ന് പറയുന്നത് എല്ലാത്തിനും അനുയോജ്യമായതാണ്, കൃഷിക്ക് അനുയോജ്യമാണ്. സ്വാഭാവികമായിട്ടും അവിടെ ജനജീവിതം അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുതലാണ്, അതുപോലെ വ്യവസായങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഈ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വ്യവസായ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഗ്രോത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മൾ സമതല ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോ പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സമതലങ്ങളെ 4 ആയിട്ട് തിരിക്കുന്നതാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ ഇൻട്രോ പാർട്ട് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു? നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഉത്തരപർവ്വത മേഖലയിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ ഹിമാദ്രി, ശിവാലിക്കാണ് നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നത്. അപ്പൊ അതിൽ ശിവാലിക്കിന്റെ എന്തിലായിട്ട് വരും? തെക്കൻ അതിർത്തിയായിട്ട് വരും. ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായിട്ടാണ്, അതുകൊണ്ട് തന്നെ ക്രമരഹിതമായ അതിരാണ് ഇതിന്റെ തെക്കൻ അതിരെന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് നമ്മൾ സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദിമുഖം വരെ പറയുമ്പോൾ 3200 പറയും. അതിൽ നമ്മുടെ ഇന്ത്യയിൽ എടുക്കുമ്പോൾ 2400 കിലോമീറ്റർ ആണ്. വീതി പറയുമ്പോൾ 150 മുതൽ 300 കിലോമീറ്റർ റേഞ്ചാണ് നമ്മൾ വീതി പറയുക. അതുപോലെ 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ജസ്റ്റ് ഇൻട്രോ പോലെ പറയുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? സമതലത്തിൽ ഇതിനെ 4 ആയിട്ട് രാജസ്ഥാൻ സമതലം അങ്ങനെ നമ്മൾ തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ബൈ.